ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൊടുത്തുവയില്ലേ, ചൊറിയനം. അതുകൊണ്ട് നമുക്ക് അടിപൊളി ഒരു തോരൻ ഉണ്ടാക്കി നോക്കാം. ഈ കർക്കിടക മാസത്തിലൊക്കെ അടിപൊളിയാണ്, നല്ല ടേസ്റ്റുള്ള തോരനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് ഈ തൊടിയിലൊക്കെ ധാരാളം നിൽപ്പുണ്ട്, അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് സാധനം, അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ആവശ്യമായിട്ടുള്ള ചൊറിയനം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി അരിഞ്ഞെടുക്കണം. അപ്പോൾ എളുപ്പത്തിന് ഒരല്പം ചൂടുവെള്ളത്തിൽ, ചെറു ചൂടുവെള്ളത്തിൽ നമുക്കൊന്ന് മുക്കിയെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടും. ഈ വാടിക്കിട്ടിയാൽ നമുക്കുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് അരിയാനും പിടിക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് മുക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചൂടില്ലാത്ത വെള്ളത്തിൽ വൃത്തിയായിട്ട് കഴുകിയെടുക്കുന്നത്. ഇതേപോലെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഒരു 3-4 ട്രിപ്പ് കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയാകും ഇതേപോലെ. ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കാം. അതിൻ്റെ തണ്ട് ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നൈസായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാം. ആ ചൂടുവെള്ളത്തിൽ ഒന്ന് മുക്കിയ കാരണം നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തു. ഇതേപോലെ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ അല്പം തേങ്ങ അരിവ് ചെയ്ത്, കുറച്ച് പച്ചമുളക്, കുറച്ച് സവോള, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. ഈ ഒതുക്കിയെടുത്ത നമ്മുടെ ചേരുവ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചൊറിയനം ഇലയ്ക്കകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റൗ ഒന്ന് കത്തിച്ച് ഒരു ചട്ടിക്കകത്ത് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഇല ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഇനി ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം അത് ചെയ്യാനായിട്ട്, അടി കരിയരുത്. ഇതുപോലെ ഒതുക്കി വെച്ചതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇടയ്ക്ക് നമുക്ക് തുറന്ന് ഇതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്കൊരു 5 മിനിറ്റ് കൂടെ ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതേപോലെ ഡ്രൈ ആക്കി എടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചൊറിയനം തോരൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ചൊറിയനം നമ്മൾ ഉപ്പേരി വെച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം അതിനുണ്ടെന്ന് നോക്കാം. അടിപൊളിയാണല്ലോ. സൂപ്പർ. നമ്മൾ ചീരക്കറി വെക്കുന്നതൊക്കെ കഴിഞ്ഞും അല്പം കൂടി ടേസ്റ്റ് ഉണ്ട്, അതിലും അടിപൊളിയാണ്. ഇത്രയും നല്ല സാധനമാണ് നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. സൂപ്പർ. അപ്പം നിങ്ങൾ ഇതേപോലെ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന കൊടുത്തുവ അല്ലെങ്കിൽ ചൊറിയനും ഒന്ന് ഇതേപോലെ ഒന്ന് തോരൻ വെച്ച് നോക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ചീരത്തോരൻ മാറി നിൽക്കും, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഇതേപോലുള്ള വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വീണ്ടും കാണാത്തവരെല്ലാവർക്കും